കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഹിന്ദി, തമിഴ്, മലയാളം തുടങ്ങിയ ലാംഗ്വേജുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പടത്തിൻ്റെ ടീസർ, ട്രെയിലർ കാര്യങ്ങളൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ടൈം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇന്നിതാ നമ്മുടെ സ്വന്തം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കരം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അപ്പം അത് കണ്ട് അത് റിയാക്ട് ചെയ്തതിന് തന്നെ നമുക്ക് ഈ ഒരു ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. കാരണം ഇപ്പോൾ ഇനി ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഓണം റിലീസുകൾ ഒരുപാട് സിനിമകൾ റിലീസാവാനുണ്ട്. അതിൻ്റെ എല്ലാം ട്രെയിലറും കാര്യങ്ങളൊക്കെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ട്രെയിലറുകൾ ഇറങ്ങി, ഇനി കുറച്ചെണ്ണം വരാനുണ്ട്. സോ എല്ലാം നമുക്ക് റിയാക്ട് ചെയ്യാൻ വഴിയെ. അപ്പോൾ എന്തായാലും എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. സെപ്റ്റംബർ 25 സിനിമ റിലീസാകുന്നത്. സരിഗമ മലയാളം യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ റിലീസായിട്ടുള്ളത്. നോബിൾ ബാബു തോമസ് ആണ് ചിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മെയിൻ ലീഡ് റോളായിട്ട് പുള്ളിയാണ് വരുന്നത്. നമ്മൾ ഹെലൻ എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഹെലൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയായിരുന്നു തോന്നുന്നു. ഈ പടത്തിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിയാണെന്നാണ്, റൈറ്റർ പുള്ളിയാണ്, നോബിൾ ബാബു തോമസ്. അപ്പം റൈറ്റ് ചെയ്ത ആൾ തന്നെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫണ്ണി കാര്യമാണത്. ബട്ട് നമുക്കെന്തായാലും പടം കണ്ടതിന് ശേഷം ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വലിയ സമയം കളയണ്ടല്ലോ അല്ലേ. ലെറ്റ്സ് റിയാക്ട്. കരം ഓഡിയോ എല്ലാം ഉണ്ടല്ലോ അല്ലേ. യെസ്. ഹിന്ദി. നമ്മുടെ ഈ ധ്യാൻ അഭിനയിച്ച പടത്തിൻ്റെ പേരായിരുന്നു തിര. ഒരു തിര വൈബ്, അല്ലെങ്കിൽ തിരയുടെ ഒരു ഫ്രെയിം വയ്ക്കുന്ന അതിൻ്റെ ഒരു കളർ ടൂണ്, ഒരു ബ്ലൂ ടൂൺ, ആ ഒരു സംഭവം പോലെ ഫീൽ ചെയ്യുന്നു. ഈ തിരയുടെ ബാക്കിയെല്ലാം ആണോ കരം? നോക്കാം. നാട്ടിലെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിൻസാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് ഒരിക്കലും മറക്കില്ല. വിനീത് ശ്രീനിവാസൻ. I think they are after us. So please be very Paris അല്ലേ ഇത്? ചിലപ്പോ അവരെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. Of course, from the director of Tira. എന്താ എന്നോട് പറയുന്നത്? വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് ഇല്ലാതെ എങ്ങനെ? നിനക്ക് നിന്റെ കാര്യം മാത്രം നിന്റെ അപ്പനെ പോലെ തന്നെ. What's your decision? Okay. Not my fault. എങ്ങോട്ട് വേണേലും പോ. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. ഇത് വേറൊരു രാജ്യമാണ്. Don't put all of us in danger, please. മോനെ, ഇത് വിനീത് ശ്രീനിവാസൻ തന്നെ? ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? സത്യം, വിനീത് ശ്രീനിവാസന്റെ പടത്തിൽ ഒരു തോക്ക് പോലും കണ്ടിട്ടില്ല. ജോമോണ്ടി ജോൺ, രഞ്ജൻ അബ്രഹാം, മോനെ പൊളിക്കിട്ടാ. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ തോന്നലാണ്. നമുക്ക് ചെയ്യാൻ പറ്റൂ. ബാബു തോമസ്, വൈശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ. ദൈവത്തിന്റെ കരം. പൊളി സൂപ്പർ. കല്യാൺ ജ്വല്ലേഴ്സ് മോനെ, കിടുകി എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി. കാരണം ഒന്നാമത് എനിക്ക് തീര എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. വെൽ മെയ്ഡ്, വെൽ ബാലൻസ്ഡ്, വെൽ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, മുമ്പോട്ട് അടുത്തടുത്ത പാർട്ടുകൾ ഉണ്ടാവണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സിനിമകളിലൊന്നാണ് തീര എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പം സെക്കൻഡ് പാർട്ടൊക്കെ ഇനി ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ന്യൂസുകൾ കേൾക്കുന്നുണ്ട്, അറിയില്ല. പക്ഷേ അത് ഒരു ഭയങ്കര കിക്ക് തന്നൊരു പടമായിരുന്നു, ഭയങ്കര പ്രതീക്ഷ തന്നൊരു പടമായിരുന്നു. വെറും 2 സിനിമ മാത്രം ചെയ്ത അനുഭവം വെച്ച് ഇത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പടം എടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല. അതും ഒന്നും പറയാതിരിക്കാൻ പകരം ഇതുവരെ ആ ഒരു സിനിമയ്ക്കകത്താണെന്നൊന്ന് ഗണ്ണ് കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒറ്റ പടത്തിൽ ഗണ്ണ് കാണിച്ചിട്ടില്ല. എന്താ ഫോറിൻ
കിടുക്കി, ഗംഭീര വിഷ്വൽസ്, വീണ്ടും ഷാൻ റഹ്മാൻ തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു ടീം വീണ്ടും ഫോമായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്തായാലും പുള്ളി ആയതുകൊണ്ട് ത്രില്ലിങ്ങിന് ഒരു പഞ്ഞം ഉണ്ടാകും തോന്നുന്നില്ല. സോ ഒരു ഓണം കഴിഞ്ഞ് ഒരു ഞെരുപ്പം പടമായിട്ടെ. എന്തായാലും ഇത് പടം തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും. ഞാൻ ആ സമയത്ത് എന്തായാലും നാട്ടിൽ കാണും. സോ വെൽ എക്സൈറ്റഡായി. വിനീത് ശ്രീനിവാസൻ ലവ് യു. പാടം പൊളിച്ചെടുക്കട്ടെ, വേറൊന്നും പറയാനില്ല. കാരണം വിനീത് ശ്രീനിവാസൻ ഫാൻസാണ് ഞങ്ങൾ. കാരണം പുള്ളി എന്തെങ്കിലും നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിക്കൊരു നല്ലത് വരുന്നതൊക്കെ ഭയങ്കര നമ്മുടെ സ്വന്തം ചേട്ടനൊക്കെ സംഭവിക്കുന്ന ഒരു ഫീല് നൽകുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എല്ലാ മലയാളികൾക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് സീ. നമുക്ക് എന്തായാലും പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.